എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പൊ ഒന്ന് രണ്ട് പേര് ഇടയ്ക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഈ മുഖം ഒന്ന് കാണിക്കാതിരുന്നുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അത് പറ്റില്ലട. കാരണം നമ്മുടെ ചില റൂൾസ് ഒക്കെ ഉണ്ട് ചാനലിന്റെ, അതനുസരിച്ച് മുഖം കാണിക്കാതെ ചെയ്തുകൂടാ. പക്ഷേങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ മുഖം കാണിച്ച് ചെയ്യാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ കുറെ വീഡിയോസ് ഒക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് മുഖം കാണിച്ച് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. അപ്പം ബുദ്ധിമുട്ടുള്ളവര് എന്റെ മുഖം കാണാനായിട്ട് ഇനി താല്പര്യമില്ലാത്ത ഓഡിയോ മാത്രം കേൾക്കാൻ താല്പര്യമുള്ളവര് ആ ഫോൺ താഴേക്ക് വെച്ച് കേട്ടാലും മതി. പിന്നെ എന്റെ മുഖം കാണുന്ന അത് ഒഴിവാക്കാൻ പറ്റൂലോ. കുറ്റമായിട്ട് ആരും എടുക്കരുത് കേട്ടോ. കാരണം മുഖം കാണിക്കാതെ ചെയ്യാൻ പറ്റാത്തോണ്ടാണ് ഞാനീ പറയണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ആദർശം നയനും ഭയങ്കര സന്തോഷത്തിലാണ്. കുറെ കാലങ്ങൾക്ക് ശേഷം അവർക്ക് വീണ് കിട്ടിയ സുവർണ അവസരമല്ലേ. പിന്നീട് ആദർശ് പറഞ്ഞു, ഇന്നത്തെ ദിവസം കൂടെ ഉള്ളൂ, നാളെ നമുക്ക് തിരികെ പോണെന്ന് പറയാം. ഇത് കേട്ടപ്പം നയന പറഞ്ഞു, അത് ശരിയാ, ഇപ്പോഴമ്മയ്ക്കൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. പോന്നിട്ട് 2 ദിവസം ആയില്ലേ, അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ട് കാണുമായിരിക്കും എന്ന് പറയാ. ഏയ് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഫോൺ വിളിക്കും പറയണ്ടല്ലേ. പക്ഷെ അമ്മ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറയാത്രത്തോളം കാലം അമ്മയ്ക്ക് നമ്മളോട് ദേഷ്യമില്ലെന്ന് വേണം കരുതാൻ എന്ന് പറയാണ്. പിന്നീട് നവ്യ അവിടെ ഇരിക്കുന്ന സമയത്ത് നവ്യയുടെ അടുത്തേക്ക് ദേവേനി ചെല്ലുവാണ്. ദേവേനി എന്നപ്പത്തേനും നവ്യ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് ദേവേനിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പം ദേവേനി ചോദിച്ചു, അല്ല മോളുടെ ചടങ്ങൊക്കെ അല്ലേ ഇങ്ങോട്ട് വരാൻ പോകുന്നത്, 5-ാം മാസത്തെ ചടങ്ങല്ലേ നിന്റെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം നവ്യ പറഞ്ഞു, അതേന്ന് പറയാണ്, ചടങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കണ്ടെന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു, ഒരുക്കണം, പക്ഷേങ്കില് എന്താ എന്താ കാര്യം ചോദിക്കും. അല്ല എന്റെ അമ്മായിമ്മ അത് ചെയ്യണ്ടേ. പക്ഷെ എന്റെ അമ്മായിമ്മയുടെ സ്വഭാവം അറിയാലോ. അമ്മായിമ്മ ചെയ്യുമെന്നുള്ള പ്രതീക്ഷകളും കാര്യങ്ങളും ഒന്നും എനിക്കില്ലാന്ന് പറയാം. അതിനെന്താ, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇല്ലേ, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി, അതിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്യണമെന്ന് പറയാം. ഇത് കേട്ട നവ്യ പറഞ്ഞു, ഒരു പക്ഷെ നയന ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് തന്നെ ചെയ്തവനെന്ന് പറയാം. അതിനെന്താ, നയന വേണമെന്നുണ്ടോ? നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതാ, അത് നീ മറക്കരുത്. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജലജയോട് പറയാൻ മടിയുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ സാധിച്ചു തരാം. ഇനിയിപ്പൊ നിനക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ എന്നോട് പറ, ഞാൻ ഉണ്ടാക്കി തരാന്ന് പറയാൻ. അതിന്റെ കാര്യമൊന്നുമില്ല അമ്മായി, അമ്മായിക്ക് വയ്യാതിരിക്കുന്ന സമയം കൂടെ അല്ലേ, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. നിന്റെ വയറ്റില് ഒരു കുഞ്ഞുണ്ട്, അതും ഈ അനന്തപുരിയിലേക്ക് ആദ്യമായിട്ട് വരാൻ പോകുന്ന പേരക്കുഞ്ഞ. അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ഞങ്ങളുടെ എല്ലാവരുടെയും കടമയാണ്, ഈ കുടുംബത്തിലുള്ള ഓരോ പെണ്ണുങ്ങളുടെയും കടമയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. അത് മാത്രമല്ല, നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നീ പറയണം. ഇനി ചടങ്ങിന് വേണ്ടിയിട്ട് നിനക്ക് എന്തെങ്കിലും പ്രത്യേകത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരുക്കണമെങ്കിൽ. അത് കേട്ടതും നവ്യ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, എന്റെ വീട്ടുകാരെ, എന്റെ അച്ഛനും അമ്മയും അനിയത്തിയും അവരൊക്കെ പറഞ്ഞത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു, അല്ല അവരെയൊക്കെ വിളിച്ചിട്ടില്ലെന്ന് ചോദിക്കാം. വിളിച്ചിട്ടുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയും വിളിച്ചിട്ടുണ്ട്, അവര് വരുമായിരിക്കും എന്ന് പറയണം. അവർക്ക് വരാതിരിക്കാൻ പറ്റില്ലോ, അവരും കൂടെ കൂടി വേണമല്ലോ വന്ന് ചടങ്ങുകളൊക്കെ നടത്താനായിട്ട്. ഇത് കേട്ടോണ്ടാണ് അനാമിക ജാനകിയും കൂടെ അങ്ങോട്ട് വരുന്നേ. ജാനകി പറഞ്ഞു, ഓ ഇനി ഇവളുടെ ചടങ്ങ് കൂടെ നടത്താത്തന്റെ കുഴപ്പമുള്ളെന്ന് പറയാണ്. അനാമിക പറഞ്ഞു, അല്ല ചടങ്ങ് നടത്തുന്ന സമയത്ത് എന്താ പറഞ്ഞേ, ഇവളുടെ വീട്ടിൽ നിന്ന് എല്ലാരും വരണമെന്നോ? അതിന് ഇവളുടെ വീട്ടിൽ നിന്ന് എന്തിനാ വല്യമ്മ എല്ലാരും വരണേന്ന് ചോദിക്കുക. അതെന്താ അനാമിക നീ അങ്ങനെ പറഞ്ഞേ? കാരണം ചടങ്ങ് നടത്തുന്ന ഇവളുടെ വീട്ടുകാരും കൂടെ വന്നിട്ടല്ലേ നിൽക്കും, അതിന്റെ കാര്യമുണ്ടോ? അതെന്താ മോളെ അങ്ങനെ? അല്ല അത് പിന്നെ ആ സമയത്ത് അവള് വരൂല, ആ നന്ദുവും കൂടെ ഇങ്ങോട്ടേക്ക് വരൂലോ, അതിന്റെ വല്ല കാര്യമുണ്ടോ? വീട്ടുകാരെ മൊത്തം വിളിച്ചിട്ടുണ്ടെങ്കിൽ അവള് വലിഞ്ഞു കയറി ഇങ്ങോട്ട് വരും. അവള് വരുന്നേ ദേ ചേച്ചിയുടെ ചടങ്ങ് കൂടാനൊന്നും ആയിരിക്കില്ല, അവള് വരുന്നിട്ടുണ്ടെങ്കിൽ അത് അനിയെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും വരുന്നതെന്ന് പറയാം. ഇത് കേട്ട നവ്യ പറഞ്ഞു, ദേ അനാവശ്യം പറയരുത് കേട്ടോ അനാമികയെന്ന് പറയണം. അനാവശ്യോ? ഞാൻ പറഞ്ഞാലാ തെറ്റിരിക്കുന്നില്ലേ, നിങ്ങക്ക് ചെയ്യാലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെ എന്തെങ്കിലും മോഹം നിങ്ങളുടെ അനിയത്തിമാരുടെ മനസ്സിലുണ്ടെങ്കിൽ അത് മുളയിലെ ഞങ്ങൾ നുള്ളിക്കൊള്ളാൻ പറയണം. ഒരു കാരണവശാലും ദേ ഇവിടെ വന്ന് അനിയെ സ്വന്തമാക്കുന്നുള്ള ഒരു പ്രതീക്ഷകളും നിങ്ങളുടെ അനിയത്തിക്ക് വേണ്ടെന്ന് പറയാം. നബി പറഞ്ഞു, പിന്നെ എന്റെ നന്ദുവിന് അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ ആകായിരുന്നു. പക്ഷെ അവൾ അതിനൊന്നും പോയില്ല. പിന്നെ എന്റെ വീട്ടുകാരെ കുറിച്ച് നിനക്ക് പറയേണ്ട കാര്യമില്ല, അവർ ഈ ചടങ്ങിന് പങ്കെടുക്കുക തന്നെ ചെയ്യുമെന്ന് പറയാം. പെട്ടെന്ന് അനാമിക ദേവേനോട് പറഞ്ഞു, വല്യമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾ ഇങ്ങോട്ട് വരുമെങ്കിൽ ഈ ചടങ്ങിലൊന്നും ഞാൻ പങ്കെടുക്കില്ല, ഞാൻ പോകുമെന്ന് പറയണം. ദേവേനെ ആ പട പെട്ടുപോയി. ദേവേന് പറഞ്ഞു, അത് പിന്നെ മോളെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ തീരുമാനിച്ചതിന് കാര്യ നിന്റെ, അതുകൊണ്ട് നീ അവരോട് തന്നെ ചെന്ന് പറ കാര്യങ്ങളൊക്കെ, അച്ഛനോടും അമ്മയോടും ചെന്ന് പറയാതെ ഇനിയിപ്പൊ ഇതിനൊരു പോംവഴിയൊന്നും കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെ
ഒരാളെ മാത്രം കൊണ്ടുവരില്ലെന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ല. ഇതൊരു ചടങ്ങല്ലേ. പോരാത്തിന് നന്ദു എന്ന് പറയുന്ന ഇവരുടെ അനിയത്തിയും കൂടെ അല്ലെന്ന് ചോദിക്കും. ജാനകി പറഞ്ഞു, ഏട്ടത്തി എന്ന് മുതൽ അവൾക്ക് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്? സപ്പോർട്ട് ചെയ്തല്ല ജാനകി, കാരണം നന്ദുവിനെ വിളിക്കാതിരിക്കാൻ പറ്റില്ല. അവരൊപ്പം വരുന്ന കൂട്ടത്തിൽ അവളെയും കൂട്ടിക്കൊണ്ടോ അവരിങ്ങോട്ട് വരുള്ളൂ. ഇനിയിപ്പം അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ആരെങ്കിലും വിളിച്ചു പറയണം. അതാ ഞാൻ പറഞ്ഞേ, അച്ഛനോടും അമ്മയോടും ചെന്ന് അനാമയോട് കാര്യം പറയാനായിട്ട്. ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, മോള് വാ, ഞാൻ വരാം, നമുക്ക് ചെന്ന് നിന്റെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ അരിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശൻ ചോദിച്ചു, എന്താ കാര്യം നിൽക്കുക? ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, അല്ല അനാമി മോൾക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. എന്ത് കാര്യം? അല്ല, നവ്യയുടെ 5-ാം മാസത്തിലെ ചടങ്ങുകൾ നടക്കാൻ പോലെ ആ സമയത്ത് അവളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്ന സമയത്ത് ആ നന്ദു ഇങ്ങോട്ട് വരില്ലെന്ന്. അതിനിപ്പോ എന്താ, നന്ദു വന്നാൽ എന്താ കുഴപ്പമിരിക്കണേ? അത് പിന്നെ അച്ഛൻ അറിയാലോ, നന്ദു അനിയും തമ്മിലുള്ള പ്രശ്നത്തെ പറ്റിയൊക്കെ. ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട് മുമ്പേ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതാണ്. അന്ന് നയനെ പിടിച്ച് തള്ളിയെന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിന്റെ കൈ ഇവളുടെ കർണത്ത് പതിഞ്ഞ. അതൊന്നും ഇപ്പോഴും അനാമികോളും മറന്നിട്ടില്ല. അതുകൊണ്ട് നന്ദു വരുന്ന ഇവൾക്ക് ഇഷ്ടമില്ല. ഇവള് പറയുന്ന ഇപ്പോഴും ആ നന്ദു എന്ന് പറയുന്നവൾക്ക് അനിയെ ഇഷ്ടമാണ്. അനിയെ സ്വന്തമാക്കാനായിട്ട് അവള് പുറകെ നടക്കുവാന്നൊക്കെ പറയണേ. ഇത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞു, നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ? കാരണം പങ്കാളികൾ ആരെങ്കിലും വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ അവരെ നേർവഴിക്ക് നയിക്കേണ്ട ആരാന്നറിയാവും? കൂടെയുള്ള ആരാണ്? ഭാര്യ വഴിതെറ്റിപ്പോയ ഭർത്താവും, ഭർത്താവ് വഴിതെറ്റിപ്പോയ ഭാര്യയുമാണ് നേരെയാക്കണ്ടേ. അതിന് പകരം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? നമ്മൾ നമ്മളെ തന്നെ ആദ്യം നേരെയാക്കാൻ ശ്രമിക്കണം. അങ്ങനെ എനിക്കൊരു ദോഷമാണെന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ നീ അനിയെ പറഞ്ഞു തിരുത്തി നിന്റേതാക്കുവാൻ ശ്രമിക്കുകയോ ചെയ്യണ്ടേ. അല്ലാതെ വേറൊരു പെൺകുട്ടിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവൾ ചിലപ്പോൾ ഇതിനകത്ത് നിരപരാധിയായിരിക്കും. അതെന്താ നീ മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുക. അല്ല മുത്തശ്ശ, അങ്ങനെയൊന്നുമല്ല, എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം. ഇപ്പോഴും അവര് തമ്മിൽ കാണാറുണ്ട്, സംസാരിക്കാറൊക്കെ ഉണ്ടെന്ന് പറയാം. അത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, അങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല. അനി അങ്ങനെ ഒരുത്തനല്ല. അവനറിയാം അവന്റെ കല്യാണം കഴിഞ്ഞാണ് അവനൊരു ഭാര്യയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. ഇത് ഇവിടുത്തെ കൊച്ചുമക്കളാരും അങ്ങനെ പോയിട്ടില്ല എന്ന് പറയാം. അത് മുത്തശ്ശി പറയരുതെന്ന് പറയാം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യല്ലേ. കാരണം അനാമയുടെ മനസ്സിലേക്ക് അപ്പോഴേക്കും ഓടി വന്ന കാര്യം അനിയും നന്ദുവും കൂടി ഇരുന്നിട്ട് റെസ്റ്റോറൻറ്റിൽ സംസാരിക്കുന്നതായിരുന്നു. അത് മനസ്സിലേക്ക് വന്നു. പെട്ടെന്നാണ് അങ്ങനെ പറഞ്ഞു തന്നെ. ആ സമയം വസന്തര മുത്തശ്ശി പറഞ്ഞു, ആരൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഞാൻ അരിയെ കുറിച്ച് അങ്ങനെ തെറ്റിദ്ധരിക്കില്ല. അവൻ നല്ലവനാ. ഈ പുറമേ കാണുന്നുള്ളൂ, ഉള്ളിൽ നിറയെ സ്നേഹമുണ്ട്. അവൻ ആദർശിനെ കണ്ടു വളർന്നവനാ. ഒരിക്കലും അവൻ വഴി വെളിച്ച് പോകുന്നവനല്ലെന്ന് പറയാം. ജാനകി പറഞ്ഞു, അതൊക്കെ ശരി തന്നെ അമ്മേ. പക്ഷേങ്കില് ആ നന്ദു എന്ന് പറയുന്നവള് രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചാ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പെണ്ണ് ഒരുമിട്ടാലെന്ന് കേട്ടില്ലേ? അവനെ സ്വന്തമാക്കണം എന്നുള്ള തീരുമാനമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. ഇത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞു, ആദ്യം നിന്നെയാണ് തല്ലേണ്ടത്. കാരണം നീ വേണം അനിയെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ തിരുത്തേണ്ടത്. നീ ഒരു അമ്മയല്ലേ, ഒന്നുമല്ലേ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. നീ എരുതിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം അനാമികയോടും അനിയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനല്ലേ ശ്രമിക്കണ്ടേ. അതിന് നീ എന്തായാലും കേട്ട ഉടനെ അത് വലുതാക്കി കാണിച്ച ആ പ്രശ്നത്തെ രൂക്ഷമാക്കാനാണോ ശ്രമിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുത്തശ്ശൻ വഴക്കു പറയണം. അവസാനം ജാനയ്ക്കും അനാമയ്ക്കും മനസ്സിലായി ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല, മുത്തശ്ശനും മുത്തശ്ശിയും ഹെൽപ്പ് ചെയ്യുന്നില്ലെന്നുള്ള. പിന്നീട് ജാനകിന്റെ അനാമിയും കൂടെ അങ്ങോട്ട് പോവാണ്. ആ സമയം അനാമിക പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾ ഇങ്ങോട്ട് വരുമെങ്കിൽ ഞാൻ ഈ ചടങ്ങിലൊന്നും പങ്കെടുക്കില്ല എന്നൊക്കെ പറയാണ്. പിന്നീട് അനി പുറത്തു പോയിട്ട് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും മുത്തശ്ശി ഹാളിലുണ്ടായിരുന്നു. അനിയോട് ചോദിച്ചു, നീ ഇത് എവിടെ പോയാൽ മോനെന്ന് ചോദിക്കാം. ഞാൻ പുറത്തു വരെ പോയതാന്ന് പറയണം. നിങ്ങോട് വാ, നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്ന് പറയാം. അല്ല എന്താ മുത്തശ്ശ? നിനക്കറിയാലോ നവ്യയുടെ 5-ാം മാസത്തെ ചടങ്ങാണ് വരാൻ പോകുന്നത്. പക്ഷെ നിന്റെ ഭാര്യ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആ ചടങ്ങിന് നവ്യയുടെ അനിയത്തി നന്ദു ഇങ്ങോട്ട് വന്നുകൂടെന്ന്. ഇത് കേട്ടതും അനി പറഞ്ഞു, അതെന്തിനാ അവൾ അങ്ങനെയൊക്കെ പറയണേ? അവളുടെ ചേച്ചിയുടെ 5-ാം മാസത്തെ ചടങ്ങല്ലേ, അതിന് അവൾ വന്നോർത്ത അനി ഈ നാനാമ്മയ്ക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, അല്ല നിനക്കറിയാലോ, നീ നന്ദുവും നമ്മളുടെ പ്രശ്നത്തിന്റെ പേരിൽ അനാമിക്ക് അതൊട്ടും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെയാ. അവൾക്ക് ഇപ്പോഴും സംശയം നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോന്നുള്ളത്. എന്റെ മുത്തശ്ശ, അവൾക്ക് ഭ്രാന്ത, അവള് പറയുന്നൊന്നും വിശ്വസിക്കില്ലെന്ന് പറയണം. എടാ മോനെ, ഞങ്ങൾക്ക് ഇപ്പൊ ആരുടെ പക്ഷത്ത് ഇരിക്കാൻ പറ്റും? അറിയാലോ, ഈ കുടുംബത്തിൽ ഇന്ന് വരെ ഒരു ഡിവോഴ്സും കേസൊന്നും നടന്നിട്ടില്ല. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്ക്. നിന്റെ ഭാര്യയാണ് അവള്. ആ ഒരു ബോധം നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. കുറച്ചൊക്കെ അങ്ങോട്ട് വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാൻ പറയണം. ഇത് കേട്ടതും അനി പറഞ്ഞു, എത്രയെന്ന് വെച്ചാൽ മുത്തശ്ശ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ഞാൻ ചെയ്തു. പക്ഷേങ്കിൽ അവൾ ഒരു തരത്തിലും അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അവൾക്കാണെങ്കിൽ എപ്പോഴും സംശയരോഗം മാത്രം, നന്ദുവിനെ വെച്ചിട്ടുള്ള സംശയം അവളുടെ മനസ്സിൽ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഒന്ന് സംസാരിച്ച് ചെല്ലുമ്പോഴത്തേനും അവൾ വേറെ രീതിയിൽ അതൊക്കെ എടുക്കുന്നത്. ഇതിൽ കൂടുതൽ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ഇങ്ങനെ പോവാണെങ്കിൽ അധികം വൈകാതെ തന്നെ കണ്ടോ,
ഞാനും അവളും തമ്മിലുള്ള ജീവിതം അവസാനിക്കുമെന്ന് പറയാം. മുത്തശ്ശൻ പറഞ്ഞേ, വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സ് വരണ്ടെന്ന് പറയണം. പിന്നെ അല്ലാതെ എനിക്കിത് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. 2 തവണ അവൾ ഈ വീട് വിട്ട് പോയി കഴിഞ്ഞപ്പോഴും മുത്തശ്ശനും വെല്ലുമ്മ എല്ലാം പറഞ്ഞുകൊണ്ടാ ഞാൻ അവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നേ. ഇനി എനിക്ക് പറ്റില്ല. ഇതിന്റെ പേരിൽ അവള് വീട്ടിലേക്ക് പിണങ്ങി പോകണേ പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അനി അങ്ങോട്ടേക്ക് കയറി പോവാ. ആ സമയം വസന്തരാമ പറഞ്ഞു, ഇതെങ്ങനെയാവുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ജോത്സ്യർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും എന്റെ മനസ്സിൽ കിടക്കുക. എനിക്കൊരു 2ാം വിവാഹം ഉണ്ടാന്ന്. ശരിയാണോ? അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ? മുത്തശ്ശി തന്റെ പരിതാപങ്ങളെല്ലാം മുത്തശ്ശനോട് പറയുകയാണ്. ആ സമയം അനി മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും അനാമയുടെ കട്ടക്കലിപ്പിൽ ഇരിക്കണം. അനി എന്നിട്ട് ചോദിച്ചു, നീ മുത്തശ്ശനോ മുത്തശ്ശിയോടും പരാതി പറഞ്ഞു ചോദിക്കും. എന്താ? അല്ല, നന്ദു ഇങ്ങോട്ട് വരുന്നതിന് ചൊല്ലേ. ഓ, അത് പറഞ്ഞായിരുന്നു. നീ എന്തിനാ അങ്ങനെ പറയാൻ പോയത്? അതെ, നന്ദുന്റെ ചേച്ചിയുടെ 5ാം മാസത്തെ ചടങ്ങാ. അവരിങ്ങോട്ട് വന്നോർത്ത് നിനക്കെന്താ കുഴപ്പമിരിക്കുന്നത്? അങ്ങനെ വരണ്ട. അത് നീയാണോ തീരുമാനിക്കുന്നത്? എനിക്കറിയാടാ. 5ാം മാസത്തെ ചടങ്ങിനൊന്നും അല്ല അവൾ ഇങ്ങോട്ട് വരുന്നത്. നിന്നെ കാണാൻ വേണ്ടിയിട്ടാ. നിന്നെ കാണാനും സംസാരിക്കാനും വേണ്ടിയിട്ടാ. ഇത് കേട്ടതും അനി പറഞ്ഞു, നിനക്ക് ഭ്രാന്താന്ന് പറയണ? അതേടാ, സത്യം പറയുന്നവർക്ക് എപ്പോഴും ഭ്രാന്തെന്നല്ലേ പറയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, എടി, അങ്ങനെ എന്തേലും സംസാരിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് പുറത്ത് വെച്ച് കണ്ട് സംസാരിക്കാലോ. പിന്നെ അവളെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റേണ്ട കാര്യമുണ്ടോ? അതെങ്കിലും നിനക്ക് ചിന്തിച്ചുകൂടെന്ന് ചോദിക്കുക. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ. അങ്ങനെ വരട്ടെ കാര്യങ്ങളൊക്കെ. നിങ്ങൾ പുറത്തു പോയി സംസാരിക്കാറുണ്ടല്ലേ? നിന്നോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്നെ വേണം പിടിച്ചിട്ട് തല്ലാനായിട്ട്. ഇത് കേട്ട അനാമി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ ചടങ്ങിന് അവള് വരുവാണെങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിലുണ്ടാകത്തില്ല. ഞാൻ പോകുന്നു പറയാണ്, വീട് വിട്ട്. ആയിക്കോട്ടെ, നീ പോയിക്കോ. എനിക്ക് പോയാ പുല്ല. നീ ഏലോടെയാണോ വെച്ചാൽ ഇറങ്ങിപ്പോയിക്കോ. പക്ഷെ പിന്നീട് നിന്നെ വിളിക്കാനിട്ട് ഈ അനി നിന്റെ പുറകെ വരുമെന്ന് നീ കരുതണ്ട. അതോടുകൂടി നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് ധൈര്യമായിട്ട് ഇറങ്ങിപ്പോ. അല്ലേലും നിന്നെ ഇവിടെ പിടിച്ചു നിർത്തണമെന്ന് എനിക്ക് ആരും ആഗ്രഹമില്ല. നീ എന്തിനാ പിന്നെ ഇങ്ങനെ കടിച്ചു നോക്കി കിടക്കുന്നേ? ഉള്ള നേരത്തെ സ്ഥലം വിട്ടുകൂടെന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ വേറുള്ളവർക്കും മനസ്സമാധാനം ഉണ്ടായെന്ന് പറയാം. ഓ, അപ്പൊ ഞാനാണ് മനസ്സമാധാനക്കേടല്ലേന്ന് ചോദിക്കാം. അതെ, ഉറപ്പായിട്ടും അതെ. വീട്ടിലേക്ക് വന്ന ഒരു സ്വസ്ഥത സമാധാനം നീ തരത്തില്ലോ. അതുകൊണ്ട് ഇറങ്ങി പോകുന്നതായിരിക്കും നല്ലത്. ഒന്നെങ്കിൽ നീ ഇറങ്ങിപ്പോണം, അല്ലെങ്കിൽ മിക്കവാറും ഞാൻ ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ട് അനിയങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് പിറ്റേ ദിവസം ആദർശം നയനയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ വരുന്ന സമയത്ത് നയന ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം നവ്യെ വിളിച്ചിട്ട് വീട്ടിൽ നടന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ദേവേനി നവ്യോട് നല്ല സ്നേഹത്തോടെ പെരുമാറിയെ കുറിച്ചൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന ആദർശനോട് പറഞ്ഞു, എന്താന്ന് അറിയത്തില്ല, അമ്മയ്ക്ക് ഇപ്പം നല്ല മാറ്റം ഉണ്ടെന്ന് പറയാ. അത് കേട്ടത് ആദർശ് പറഞ്ഞു, അമ്മയുടെ മാറ്റം ഇനി തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. അതെന്താ? അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് മാറ്റം ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് നിനക്കൊരു കുഞ്ഞുണ്ടാവണം എന്ന് പറയണേ. അതെ, ഒരു കുഞ്ഞ് ജനിക്കുവാണെങ്കിൽ അമ്മ മാറും. അമ്മ നിന്നെ നന്നായിട്ട് സ്നേഹിക്കും. ഇപ്പോഴത്തെ പോലെയൊന്നും അല്ല. ഇപ്പോഴ് അമ്മയ്ക്ക് ദേഷ്യമൊന്നും ഇല്ലെന്നാ തോന്നേ. പക്ഷെ എന്നാലും അതല്ല. പക്ഷെ അതിനേക്കാൾ ഉപരി അമ്മ നിന്നെ ചേർത്ത് പിടിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് നീ ഒരു അമ്മയാവണമെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അമ്മ നിന്നെ കൈക്കുമ്പിളിൽ കൊണ്ടുനടക്കുമെന്ന് പറയാം. ഇത് കേട്ടതും നയന പറഞ്ഞു, അങ്ങനെയൊക്കെ ശരിയാവോ? എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം. ഞാനല്ലേ പറയുന്നു, ഉറപ്പായിട്ടും അങ്ങനെ ശരിയാവുമെന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.